ഇതാണ് ബാങ്കോക്കിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്. ഈ കാണുന്ന നമ്മുടെ മീറ്റ് ബോൾസിനും സോസേജിനും ഒക്കെ ഏകദേശം 10 ബാത്തേ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുള്ളൂ. 10 ബാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 30 റുപ്പീസ്, നമ്മുടെ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ 30 റുപ്പീസേ ആവത്തുള്ളൂ. സോ ഞാനിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഇത് അടിപൊളി സാധനമായിരുന്നു. അതുപോലെ പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴും ഇതേപോലെ വേറൊരു ഷോപ്പ് കണ്ടു. ഇവിടെ കുറേ കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റ് ഉണ്ട്. ചിക്കൻ, പോർക്ക്, എല്ലാ ടൈപ്പ് മീറ്റ്സും കാണും. അപ്പോൾ അതിൻ്റെ സോസേജും മീറ്റ് ബോൾസും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു സ്നാക്ക് ഉള്ളത്. ഇത് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവരത് ഫ്രൈ ചെയ്ത് നമുക്ക് തരിക. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഹൈജീൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ ഒരിടത്തും ഞാനൊരു ഈച്ചയും കണ്ടിട്ടില്ല. എല്ലാം ക്ലീനാണ്. പിന്നെ അവർ നിൽക്കുന്ന തന്നെ അവർ മറ്റേ കിച്ചൺ ഡ്രസ്സും ആ മാസ്കും ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡും ഇത്രയും നീറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ ആ മീറ്റെല്ലാം വെച്ചിരുന്നതാണെങ്കിലും നല്ല നല്ല ഐസിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡുകളിൽ ഹോണിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ വന്നതിന് ശേഷം ഇതുവരെയും ഒരിക്കൽ പോലും ഹോൺ കേട്ടിട്ടില്ല. അപ്പം ഹോണടി ഭയങ്കര കുറവാണ് ഇവിടെ. അപ്പം ഞാൻ 20 ബാത്തിനാണ് ഞാനിത് വാങ്ങിച്ചത്. ഒരു 2 മീറ്റാണ് വാങ്ങിച്ചത്, ഒരു സോസേജും പിന്നെ ഒരു മീറ്റ് ബോൾസും. സോ അപ്പോൾ ഇനി എന്തായാലും ഇത് ഞാൻ റൂമിൽ ചെന്നിട്ടായിരിക്കും കഴിക്കുന്നത്.